ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്നിട്ടുള്ള NCAയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ HSA മാത്തമാറ്റിക്സിനായുള്ള 10th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സെറ്റ്, കേട്ടറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളും അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുര മെട്രിക്സ്, ദാറ്റ് ഈസ് സ്ക്വയർ മെട്രിക്സ്, ഓർത്തോഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് A ഈക്വൽ ടു ഒരു സ്ക്വയർ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും നോക്കാം. ഓർത്തോഗണൽ അല്ലെങ്കിൽ ലാംബിക മെട്രിക്സ് എന്നാണ് പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് A is said to be an orthogonal matrix if A into A transpose equal to A transpose into A, that is I. A into A ട്രാൻസ്പോസ്, അതായത് ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സുകളെയാണ് ഓർത്തോഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ ലാംബിക മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കോളൂ. A എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസും ഇൻവേഴ്സും എല്ലാം എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് +or-1 ആയിരിക്കും. പക്ഷെ തിരിച്ചത് ട്രൂ ആവണമെന്നില്ല. അതായത് ഡിറ്റർമിനൻറ്റ് +or-1 ആണെങ്കിൽ അത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? +or-1 ആയിരിക്കും. അതുപോലെ റാങ്കും ഓർഡറും ഈക്വൽ ആണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എലിമെൻറ്റ്സ് ഇൻ ഈച്ച് റോ ഈസ് 1. അതായത് ഏത് റോ എടുത്തു കഴിഞ്ഞാലും അതിലെ എലമെൻസിൻ്റെ സ്ക്വയേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതുപോലെ തന്നെ സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ 2 ഡിസ്റ്റിങ്ക്റ്റ് റോ ഈസ് 0. അതായത് 2 ഡിസ്റ്റിങ്ക്റ്റ് റോ എടുത്തു കഴിഞ്ഞിട്ട് അവ പരസ്പരം അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0യും കിട്ടും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ദെൻ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഒരു സമചതുര മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് +or-1 ആയിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്